വയനാട് മരിയനാട് ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള നടപടികൾ വൈകുന്നു. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് തോട്ടഭൂമി വനവകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയതാണ്. സർക്കാരിന്റെ മെല്ലപ്പോക്കിനിടെ ഭീമൻ മരങ്ങൾക്ക് താഴെ ഭീതിയോടെ കഴിയുകയാണ് 300ഓളം ഗോത്ര കുടുംബങ്ങൾ. കനത്ത വേനൽ മഴയിൽ മരങ്ങൾ വീണുണ്ടായ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് പലരും ചെയ്തത്. ആണെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ തലയിൽ തന്നെ ചുമന്ന് കൊണ്ടുവരണം. ബാത്റൂമില്ല, കക്കൂസില്ല. ഞങ്ങൾ പറമ്പിൽ പോവും, അല്ലെങ്കിൽ ചെറിയ കുഴി കുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് പോകും. തകർന്ന ഷെഡിന് പകരം മുളങ്കമ്പുകൾ ചേർത്ത് വെച്ചൊരുക്കുന്ന കൂരയ്ക്ക് മുന്നിൽ നിന്ന് സീത പ്രയാസങ്ങളുടെ കെട്ടഴിച്ചു. വീട്, റോഡ്, വെള്ളം, വെളിച്ചം, ഞങ്ങൾക്കുള്ള ബാത്റൂം, അല്ലാതെ ഞങ്ങൾക്ക് വലിയ മണിമാളിക കെട്ടിത്തരണമെന്നോ ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുതരണമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഈ ആനയുടെയും കടുവയുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരു വീടും വെട്ടവും വെളിച്ചവും ഞങ്ങൾക്ക് ഇവിടെ എത്തിയിരിക്കണം. തൊട്ടടുത്തുള്ള ഷെഡിലാണ് രോഗി കൂടിയായ തോലനും ഭാര്യ പാറ്റയും താമസിക്കുന്നത്. ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിനിടെ എത്രയോ മനുഷ്യർ ഇവിടെ രോഗം വന്നു മരിച്ചു. ഉടനെ വീട് വരാനോ നാളെ മറ്റന്നാൾ കൊണ്ട് വീട് വരാനോ. ഗോത്ര കുടുംബങ്ങൾക്ക് പതിച്ചു നൽകാൻ സുപ്രീം കോടതി വിധി പ്രകാരം വനവികസന കോർപ്പറേഷൻ കൈമാറിയ ഭൂമിയിൽ 2022 തുടങ്ങിയ സമരമാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. മരിയനാട്ടെ സമരഭൂമിയിൽ ഇങ്ങനെ ഒരു ബോർഡുണ്ട്: ഭൂമി ഭൂരഹിത പട്ടികവർഗ കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയതെന്ന്. എന്നിട്ടും എന്താണ് നടപടികൾ ഇപ്പോഴും എങ്ങുമെത്താത്തത്? VM റിന്റുവിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ബിഗ് TV, വയനാട്.